വെഞ്ചാരിയുടെ MCFൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്ന അജണ്ട വായിച്ചപ്പോൾ അതിലൊരു തീരുമാനമാകാതെ അടുത്ത അജണ്ടയിലേക്ക് പോയപ്പോൾ അത് ഒരു കൗൺസിലർ ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്തത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഒരു രീതി. അത് ഇഷ്ടപ്പെടാതപ്പോൾ അദ്ദേഹം പ്രതികരിച്ച് അപ്പോൾ ഈ കൗൺസിലർ പ്രതികരിച്ചു. അപ്പോൾ അത് അടിയുടെ അക്കോളം എത്തി. കുടിച്ച ആൾക്കാർക്കൊക്കെ പരിക്ക് പറ്റിയിരിക്കണം. ഇതിന് മുമ്പത്തെ കഴിഞ്ഞ കൗൺസിലിൽ ഭരണകക്ഷി കൗൺസിലർമാർ തമ്മിൽ നല്ല അടിയായിരുന്നു. അടിപിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തടി സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൗൺസിലിൽ നിന്ന് ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാരെ മൊത്തം പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. തിരൂരങ്ങാടി നഗരസഭയിലെ കൗൺസിൽ യോഗത്തിലേക്ക് ഹെൽമെറ്റ് ധരിച്ചെത്തി പ്രതിഷേധിച്ച നഗരസഭാ പ്രതിപക്ഷാംഗങ്ങൾ. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായ സംഘർഷം കണക്കിലെടുത്താണ് സ്വന്തം തടി രക്ഷിക്കാൻ പ്രതിപക്ഷാംഗങ്ങൾ ഹെൽമെറ്റ് ധരിച്ചെത്തിയത്. നഗരസഭയുടെ വെഞ്ചാലിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യം നീക്കം ചെയ്യാതെ കുമിഞ്ഞുകൂടിയത് വാർത്തയായതിനു പിന്നാലെ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി ഭരണസമിതി അംഗങ്ങൾ തന്നെ വാക്കേറ്റമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തവണത്തെ കൗൺസിൽ യോഗത്തിൽ ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ തന്നെയുള്ള തമ്മിൽ തല്ലിന് പ്രതിഷേധമായി നഗരസഭ പ്രതിപക്ഷാംഗങ്ങളായ CM അലി, നദീറ കുന്നത്തേരി, ഉഷ തയ്യിൽ എന്നിവർ ഹെൽമെറ്റ് ധരിച്ചെത്തിയത്. നിലവിൽ വെഞ്ചാലിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യത്തിൽ പകുതി മാത്രമേ നീക്കം ചെയ്തിട്ടുള്ളൂ എന്നും ശേഷിക്കുന്നവ ടാർപ്പായി വിരിച്ച് മറച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും CM അലി പറഞ്ഞു. മാത്രമല്ല, ഭരണസമിതിയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ സ്ഥിരതയില്ലാതെ പരസ്പരം കമ്മിറ്റി മാറുകയാണെന്നും ഇതിന് ഭരണസമിതിക്കോ ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിനോ തടയിടാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ നഗരസഭാ ചെയർമാൻ മാത്രമാണ് മാറാതിരിക്കുന്നത്. ചില സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ ചെയർമാൻമാരും അംഗങ്ങളും മാറിയിട്ടുണ്ടെന്നും പരസ്പര ധാരണയില്ലാതെ തോന്നുംപടി കമ്മിറ്റി മാറുകയാണ് അംഗങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത്തരത്തിൽ ഭരണസമിതിയിൽ അംഗങ്ങൾക്കിടയിൽ പോലും യോജിപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെഞ്ചാരിയുടെ MCFൽ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്ന അജണ്ട വായിച്ചപ്പോൾ അതിലൊരു തീരുമാനമാകാതെ അടുത്ത അജണ്ടയിലേക്ക് പോയപ്പോൾ അത് ഒരു കൗൺസിലർ ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്തത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഒരു രീതി. അത് ഇഷ്ടപ്പെടാതപ്പോൾ അദ്ദേഹം പ്രതികരിച്ച് അപ്പോൾ ഈ കൗൺസിലർ പ്രതികരിച്ചു. അപ്പോൾ അത് അടിയുടെ അക്കോളം എത്തി. കുടിച്ച ആൾക്കാർക്കൊക്കെ പരിക്ക് പറ്റിയിരിക്കണം. ഇൻവേസ് എന്ന് പറഞ്ഞൊരു ഏജൻസിയുമായി കരാറിൽ ഏർപ്പെട്ടതാണ് അത് നീക്കാൻ വേണ്ടി. അത് പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ അവിടെ ഒരു എന്താ പറയുക, ഒരു ദാർപ്പായി ഇട്ടുകാണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഭരണകക്ഷി കൗൺസിലർമാർ തന്നെ സംഘർഷമുണ്ടാക്കിയിരുന്നുവെന്നും ഇത്തവണയും സംഘർഷമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് സ്വന്തം തടി സംരക്ഷിക്കുന്നതിന് ഹെൽമെറ്റ് ധരിച്ച് പ്രതിഷേധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഇന്നത്തെ കൗൺസിലിൽ ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് കൗൺസിലിൽ പങ്കെടുക്കുന്നത്. കാരണം ഇതിന് മുമ്പത്തെ കഴിഞ്ഞ കൗൺസിലിൽ ഭരണകക്ഷി കൗൺസിലർമാർ തമ്മിൽ നല്ല അടിയായിരുന്നു. അടിപിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തടി സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൗൺസിലിൽ നിന്ന് ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാരെ മൊത്തം പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നൊക്കെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് രാജിവെക്കുക, മറ്റുള്ളവരിൽ ഇഷ്ടതയിൽ പോയി ചേരുക, അതൊക്കെ ഒരു നിത്യസംഭവമായി മാറിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഭരണസമിതിക്കും അവരുടെ പേരിൽ ആക്ഷേപമെടുക്കാൻ കഴിയണില്ല. ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന പാർട്ടിക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇന്നത്തെ കൗൺസിലിൽ ഞങ്ങളെ കൗൺസിലേഴ്സ് മുഴുവനായിട്ടും ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് പങ്കെടുക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളെ തടി സംരക്ഷിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ രീതി സ്വീകരിച്ചിട്ടുള്ളത്.
നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാലിന്യം കുമിഞ്ഞുകൂടിയതിനെ തുടർന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ ഭരണസമിതി അംഗങ്ങളും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെ പ്ലാന്റിലെ മാലിന്യം നീക്കം ചെയ്യുവാനുള്ള നടപടിയും ആരംഭിച്ചിരുന്നു. എന്നാൽ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്തിട്ടില്ലെന്നും പകുതി മാത്രമേ നീക്കം ചെയ്തിട്ടുള്ളൂ എന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.